നമുക്ക് മറക്കാൻ പറ്റാത്തൊരു ലോക്ക്ഡൗൺ കാലമുണ്ടായിരുന്നു. ആ മഹാമാരിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഭയമാണ് ഉണ്ടാകുന്നത്. അതുപോലൊരു പകർച്ചവ്യാധിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരു പകർച്ചവ്യാധി, ഹാൻഡ വൈറസ്. ഇപ്പം നിലവിൽ തന്നെ 3 പേർ മരിക്കുകയും 140 പേർ ഇപ്പോഴും ക്വാറന്റൈനിൽ കഴിയാണ്. ഈ ലോകമെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നത് ഒറ്റ ക്രൂയിസിനെ കുറിച്ചാണ്. ആ ക്രൂയിസിൻ്റെ പേരാണ് എൻവി ഹോണ്ടസ്. ഇതൊരു ലക്സറി എക്സ്പെഡീഷൻ ക്രൂയിസ് ഷിപ്പാണ്. എക്സ്പെഡീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അന്റാർട്ടിക്ക പോലുള്ള മനുഷ്യർക്ക് എത്തിച്ചേരാൻ പറ്റാത്ത കുറച്ച് ഏരിയകളുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കുറച്ച് ഈ ക്രൂസ് ഷിപ്പുകാർ മുൻകൂട്ടി ബുക്ക് ചെയ്യും. അവരെ ഇങ്ങനെ കളക്ട് ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് അവരെ തിരിച്ചു കൊണ്ടാക്കും. അങ്ങനെയുള്ള ക്രൂസ് ഷിപ്പുകളിൽ പെട്ട ഒരു ക്രൂസ് ഷിപ്പാണ് എൻവി ഹോണ്ടസ്. നിലവിൽ 70ഓളം സ്റ്റാഫും 170ഓളം പാസഞ്ചറിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ഷിപ്പാണ് ഈ എൻവി ഹോണ്ടസ്. നിങ്ങൾ വിചാരിക്കും പോലെ അതൊരു ചെറിയൊരു ലക്ഷറി അല്ല, അത് അത്യാവശ്യം വലിയൊരു ലക്ഷറി ഷിപ്പാണ്. ഇതിൽ 70ഓളം സ്റ്റാഫ് എന്ന് പറയുന്നത് അതിനകത്ത് ക്ലീനിങ് സ്റ്റാഫ് വരുന്നുണ്ട്, കുക്കിംഗ് വരുന്നുണ്ട്, പിന്നെ റൂമിൻ്റെ കാര്യങ്ങൾ നോക്കാനും മെയിൻ്റനൻസ് കാര്യങ്ങൾ നോക്കാനും അതിന് വേണ്ടിയിട്ടാണ് 70ഓളം സ്റ്റാഫ്. വൈറസ് ബാധിക്കുന്ന സമയത്ത് ആ ഷിപ്പിൽ ഏകദേശം 88 പാസഞ്ചറും 59 സ്റ്റാഫും ഉണ്ടായിരുന്നു. നിലവിൽ അവർ ഇപ്പോഴും ക്വാറന്റൈനിലാണ്. ഈ ദുരിതം പിടിച്ച യാത്ര ആരംഭിക്കുന്നത് ഏപ്രിൽ 1-ാം തീയതിയാണ്. ഇത് പോകുന്ന റൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗത്ത് അറ്റ്ലാന്റിക്ക വഴിയാണ് ഇത് പോകുന്നത്. മെയിനായിട്ടും ഈ എലിയിൽ നിന്നാണ് ഈ വൈറസ് പടർന്നിരിക്കുന്നത്. എലിയിൽ നിന്ന് പറയുമ്പോൾ എലിയുടെ ഈ യൂറിൻ, പിന്നെ സലൈവ, പിന്നെ അത് പോകുന്ന സ്ഥലങ്ങൾ തൊട്ട് കഴിഞ്ഞാലോ അങ്ങനെ വരാനും ചാൻസ് ഉണ്ട്. പിന്നെ കടിച്ചു കഴിഞ്ഞാലും കൂടുതൽ വരാനും ചാൻസ് ഉണ്ട്. ഇത് 1 വീക്ക് തൊട്ട് ഒരു 6 വീക്ക് വരെ ഇതിൻ്റെ ഒരു സിംറ്റംസ് കാണിക്കാനുള്ള ഗ്യാപ്പുണ്ട്. അതായത് 1 മാസം കഴിയണം ഇതൊരു സിംറ്റം നമ്മുടെ ശരീരത്തിൽ കാണിക്കാൻ. ഇത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്ന സിംറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ തലവേദന, പനി, ഛർദിൽ, ശ്വാസതടസ്സം. അതായത് നമ്മുടെ കൊറോണ വന്ന സമയത്ത് കാണിച്ച അതേ സിംറ്റംസ് ആണ് കാണിക്കുന്നത്. ഏപ്രിൽ 6-ാം തീയതിയാണ് ഒരു പാസഞ്ചറിന് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ വൈറസ് പടർന്നതായിട്ട്. ഏപ്രിൽ 11 ആയപ്പോഴത്തേക്കും ഡെത്ത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. നിലവിൽ ഈ വൈറസ് ബാധിച്ച രാജ്യങ്ങളുടെ ലിസ്റ്റ് ഞാൻ ഇപ്പം പറഞ്ഞുതരാം. US, UK, ജർമ്മനി, സ്വിറ്റ്സർലാൻഡ്, ഡെൻമാർക്ക്, സിംഗപ്പൂർ, നെതർലാൻഡ് എന്നീ രാജ്യങ്ങളിലാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിലവിൽ ഇത്ര രാജ്യം വരാൻ കാരണം ഈ ഷിപ്പിലുണ്ടായിരുന്ന ആളുകൾ പല രാജ്യത്ത് ഇറങ്ങുകയും അവർ പല രാജ്യത്തോട്ട് സഞ്ചരിക്കുകയും ട്രാവൽ ചെയ്യുകയും ചെയ്തു. അക്കാരണത്തിലാണ് ഇത്ര രാജ്യങ്ങളിൽ ഇപ്പോഴും ഈ വൈറസ് ബാധിക്കാൻ കാരണം. നിലവിൽ അവരെടുത്തിരിക്കുന്ന ആക്ഷൻ, ഈ പാസഞ്ചർ എവിടേക്കാണ് പോയത്, ആരോടേക്കാണ് സംസാരിച്ചത്, അവരുടെ ലിസ്റ്റ് എടുത്തിട്ട് അവരെ ക്വാറന്റൈനിലോട്ട് മാറ്റി. അതായത് നമുക്ക് കൊറോണ വന്ന സമയത്ത് നമ്മുടെ ഈ റൂട്ട് മാപ്പ് എടുക്കുകയും ആരുടെയൊക്കെയാണ് മിങ്കിൾ ചെയ്ത് അവരെയൊക്കെ നമ്മൾ ക്വാറന്റൈനിലോട്ട് മാറ്റില്ലേ, അതേപോലെയാണ് ഇപ്പോൾ നിലവിലെടുത്തിരിക്കുന്ന ആക്ഷൻ. ഭയാനകമായ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഈ വൈറസിന് ഇപ്പോൾ നിലവിൽ ഒരു വാക്സിനോ മരുന്നോ കണ്ടുപിടിച്ചിട്ടില്ല. നിലവിൽ ഈ രോഗത്തിന് ചികിത്സയൊന്നും ഇപ്പോൾ അവൈലബിൾ അല്ല. യൂണിവേഴ്സൽ അപ്രൂവലായിട്ട് ഒരു വാക്സിനും ഇപ്പോൾ നിലവിലില്ല. നമ്മുടെ ശരീരത്തിൽ ഇതിലേതെങ്കിലും രോഗലക്ഷണം കണ്ടു തുടങ്ങിയാൽ അത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ഹോസ്പിറ്റലിലോട്ട് പോവുക, ഡോക്ടറോട് കാര്യം പറയുക. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ അത്രയും സർവൈവൽ കൂടുതലാണ് നമുക്ക്. ആർക്കും വരല്ലേ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു പക്ഷേ അടുത്തൊരു കൊറോണയായിട്ട് മാറുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു വാക്സിനോ ഒരു മരുന്നോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.